ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇതുവരെയുള്ള ഇടതുപക്ഷത്തിന്റെ നിലപാട് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഭരണഘടനയുടെ 14, 15, 21 അനുച്ഛേദങ്ങൾക്ക് അനുസൃതമായി തുല്യത, വിവേചനരാഹിത്യം, അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം എന്നിവയിൽ അധിഷ്ഠിതമായി ഉള്ളതായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ആചാര സംരക്ഷണമായി മാറുന്നത് ഏത് പശ്ചാത്തലത്തിലാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് അന്ന് പറഞ്ഞിരുന്ന ആളുകൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി കാലഹരണപ്പെട്ടുപോയി, കഴിഞ്ഞ കാര്യമാണെന്ന് തോന്നിത്തുടങ്ങിയത് ഏത് സാഹചര്യത്തിലാണ്? അഭിലാഷേ, വിഷയങ്ങളെ ഒരു കാരണവശാലും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പാടില്ല. CPM ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ ഭരണഘടനയുടെ 25-ാം ആർട്ടിക്കിളും 14-ാം ആർട്ടിക്കിളും വളരെ പരമപ്രധാനമായിട്ട് കാണുന്നതാണ്. മനുഷ്യരുടെ ആചാര വിശ്വാസങ്ങളെക്കാൾ പ്രധാനമാണ് തുല്യനീതി എന്ന സുപ്രീം കോടതിയുടെ ശബരിമല കേസുമായി ബന്ധപ്പെട്ട വിധിയെ ഉയർത്തിപ്പിടിച്ച് അതിനോടൊപ്പം സഞ്ചരിച്ചവരാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനവും CPM എന്ന കാര്യം അറിയാത്ത ആളല്ല. അല്ല, ആ സഞ്ചാരം എവിടെ വെച്ച് അവസാനിപ്പിച്ചു എന്നാണ് എന്റെ ചോദ്യം. എന്താണ് ശബരിമലയുടെ, ഞാൻ പറയട്ടെ, ശബരിമലയുടെ പൊതുവായ തീർത്ഥാടകർക്ക് സൗകര്യമുണ്ടാക്കുക. തീർത്ഥാടകർ വിശ്വാസികളാണ്, ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിലാഷ് എങ്ങനെയാണ് അത് പഴയ നിലപാടിൽ നിന്ന് ആചാര സംരക്ഷണത്തിലേക്കുള്ള മാറ്റമാണ് എന്ന രീതിയിൽ ഒരു വ്യാഖ്യാനം നൽകുക? അങ്ങനെ ഒരു നിലപാട് CPM ഇല്ല. CPM വളരെ കൃത്യമായി പറയുന്നത് എന്താണ്? ഇത് ആചാര സംരക്ഷണത്തിൻ്റെ പ്രശ്നമല്ല, ശബരിമലയിൽ വരുന്ന തീർത്ഥാടകരായ എല്ലാ വിഭാഗത്തിലുംപ്പെട്ട ജനങ്ങൾക്ക് ആവശ്യമായ തീർത്ഥാടന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണം. ആ അർത്ഥത്തിൽ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട 3000 പ്രതിനിധികൾ പങ്കെടുക്കുകയാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, 7 സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. ഈ 3000 പ്രതിനിധികളെയും തിരഞ്ഞെടുക്കുന്നത് അവിടെ വെർച്വൽ ക്യൂ ഡാറ്റാബേസിലാണ്. അവിടുത്തെ സ്ഥിരം സന്ദർശകരായിരിക്കുന്ന തീർത്ഥാടകരായിരിക്കുന്ന ആളുകളെ അവരുടെ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. ഒരു സംശയവുമില്ല, അനാവശ്യമായ വിവാദമുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് തീർത്ഥാടകരായ ആളുകൾക്ക്, വിശ്വാസികളായ ആളുകൾക്ക് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അവരനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമുണ്ടാക്കാനുള്ള സർക്കാരിന്റെ നടപടികളുടെ ഭാഗമാണ്. 2018-ൽ പമ്പയിൽ ആവശ്യമില്ല. സംഗമത്തെക്കുറിച്ചല്ല ചോദ്യം. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാട് മാറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അതിൽ ചുറ്റിത്തിരേണ്ട, അതൊക്കെ കഴിഞ്ഞു പോയ അധ്യായമാണ് എന്നുള്ളതാണ്. തുല്യത, തുല്യനീതി, തുല്യാവസരം എന്നുള്ളത് എങ്ങനെയാണ് കഴിഞ്ഞുപോയ അധ്യായമായി മാറുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യത്തിന്റെ ക്രക്സ്. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ഈ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് സുപ്രീം കോടതിയെ ബോധിപ്പിക്കുമെന്നുള്ളതാണ്. VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തും പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തും ദേവസ്വം ബോർഡുകൾ, അതായത് ഇടതുപക്ഷത്തിന്റെ നോമിനികൾ ഉള്ള ദേവസ്വം ബോർഡുകൾ യുവതീ പ്രവേശനം വേണം എന്ന നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോ അതിൽ നിന്ന് മലക്കം മറിഞ്ഞ് യുവതീ പ്രവേശനം വേണ്ട, ആചാരമാണ് മുഖ്യം എന്ന നിലപാടെടുക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് സംശയം. അല്ല, ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സംവാദത്തെ, അതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട യഥാർത്ഥമായ പ്രശ്നങ്ങളെ അട്ടിമറിക്കുകയാണ് അഭിലാഷ് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത്. ഇവിടെ പ്രശാന്ത് പറഞ്ഞ എന്താണ്? ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണ്? വിശ്വാസ സംരക്ഷണം, ആചാര സംരക്ഷണം എന്ന് പൊതുവായി പറയുക ചെയ്ത് സർക്കാരിൻ്റെ നിലപാടാണോ ഇതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ ഈ കാര്യത്തിൽ സർക്കാരിനെ സമീപിച്ചിട്ടില്ല, അത് നിങ്ങൾ സർക്കാരോട് ചോദിക്കണം. സർക്കാർ നയിക്കുന്നത് CPM ആണ്, സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രഖ്യാപിത നിലപാടുണ്ട്. ആ വിഷയങ്ങൾ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യേണ്ടതല്ല. ഇത് ശബരിമലയുടെ പൊതുവായ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ തീർത്ഥാടകർക്ക് സമാശ്വാസകരമായ തീർത്ഥാടനം ഉറപ്പുവരുത്താനുള്ള ഒരു നടപടിയുടെ ഭാഗമാണ്. ആഗോളതലത്തിലുള്ള വിശ്വാസി സമൂഹത്തെ, അതും അവിടെ സ്ഥിരമായി സന്ദർശിക്കുന്ന ആളുകളുടെ വെർച്വൽ ക്യൂ ഡാറ്റ അനുസരിച്ച് പ്രതിനിധികളെ സംഘടിപ്പിച്ച് നടത്തുന്നത്. അതിനകത്ത് വെറുതെ മഷി ഒഴിക്കണ്ട, കലക്കാൻ ആരും ശ്രമിക്കേണ്ട. പിണറായി സർക്കാരിന്റെ കാലത്തും ഇടതുപക്ഷത്തിന്റെ നോമിനികൾ ഉള്ള, ഇടതുപക്ഷം നയിച്ചിരുന്ന ദേവസ്വം ബോർഡുകൾക്ക് സർക്കാരിന്റെ അതേ നിലപാടായിരുന്നു. ശബരിമല സ്ത്രീ പ്രവേശനം പാടില്ല എന്നുള്ളതായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ദേവസ്വം ബോർഡിന്റെ നിലപാടെങ്കിൽ അതിന് ശേഷം പ്രയാറിന്റെ ദേവസ്വം ബോർഡ് മാറിയതിനു ശേഷം അതിനനുഗുണമായ നിലപാട്, അതായത് യുവതീ പ്രവേശം വേണമെന്ന നിലപാട്, തുല്യതയിൽ അധിഷ്ഠിതമായ നിലപാട് ദേവസ്വം ബോർഡ് സ്വീകരിച്ചു. അതിനു മുമ്പ് VS സർക്കാരിന്റെ കാലത്തെ ദേവസ്വം ബോർഡ് സമാനമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് അക്കാര്യത്തിലൊരു മാറ്റം? പോട്ടെ, എല്ലാം പോവട്ടെ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോട് യുവതീ പ്രവേശനത്തിൽ നിങ്ങൾ നിലപാട് മാറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ വിശ്വാസികൾക്കൊപ്പമാണ് CPM. യുവതീ പ്രവേശനം ഇപ്പോൾ ചർച്ച
ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, അതൊക്കെ കഴിഞ്ഞുപോയ അധ്യായമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. ഞങ്ങൾക്ക് ഭരണഘടനാപരമായ ആളുകളുടെ ജനങ്ങളുടെ തുല്യാവകാശത്തിലുള്ള ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല, അതുണ്ടാവുകയുമില്ല, അതായിരിക്കും ഞങ്ങളുടെ നിലപാട് എന്ന് പറയുന്നതിന് CPM സംസ്ഥാന സെക്രട്ടറിക്ക് അങ്ങനെയാണെങ്കിൽ എന്താണ് തടസ്സം? അല്ല, അത് അയ്യപ്പ സംഗമം പോലുള്ള ഒരു പ്രത്യേക വിഷയത്തിൽ അനാവശ്യമായ മറ്റ് വിഷയങ്ങൾ കൊണ്ടുവരുന്നതിനെയാണ് മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പ് എന്ന് പറയുന്നത്. അഭിലാഷേ, മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ യുവതീ പ്രവേശനത്തെ കൂട്ടിക്കെട്ടേണ്ട പ്രശ്നമേ ഇല്ല. യുവതീ പ്രവേശനം സുപ്രീം കോടതി വിധിയാണ്, അത് കോടതിയിൽ നിൽക്കുന്ന ഒരു വ്യവഹാരമാണ്. ആ വ്യവഹാരത്തിന്റെ മുകളിൽ തീരുമാനമുണ്ടാകും. ഈ കാര്യത്തിൽ CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അഭിലാഷ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ ആളുകൾക്കും അതറിയാം. അപ്പോൾ ഇവിടെ നടക്കുന്ന അയ്യപ്പ സംഗമമാണ്, അതുമായി ബന്ധപ്പെടുത്തി ഈ വിഷയം ചർച്ച ചെയ്യേണ്ട എന്ന അസന്ദിഗ്ധമായ നിലപാടാണ്. നിങ്ങളുടെ മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പ് മനസ്സിലായിക്കൊണ്ടുള്ള മറുപടിയാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്. അത് ഭരണഘടനയുടെ 14-ാം ആർട്ടിക്കിളോ തുല്യനീതിയോ ഒന്നും നിഷേധിക്കുന്ന ഒന്നേയല്ല. ആവശ്യമേ ഇല്ല. ഇപ്പൊ അയ്യപ്പ അങ്ങനെ വ്യാഖ്യാനിക്കണ്ട, അങ്ങനെയല്ല. പക്ഷേ ഈ വിഷയത്തിൽ നിങ്ങൾ എന്തിനാണ് അയ്യപ്പ സംഗമത്തിന്റെ വിഷയത്തിലേക്ക് സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് കൂടുതൽ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ആലോചിക്കുന്നതിന് വേണ്ടി ഒരു സംഗമം നടത്തുന്നതിന് ഒരു കുഴപ്പമില്ല. ഞാനതൊരു നിലപാടായി പറയാണ്, ഒരു കുഴപ്പമില്ല, അതിലൊരു അപാകവുമില്ല. അത് ഇടതുപക്ഷ സർക്കാരിനോ UDF സർക്കാരിനോ BJP സർക്കാരിനോ ഏത് സർക്കാരിനോ ചെയ്യാം. ആ സർക്കാർ വിശ്വാസികളുടെ സർക്കാർ ആകണമെന്ന് പോലുമില്ല. പക്ഷേ ഈ വിഷയത്തിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. ഇന്നലെ വളരെ പ്രകടമായി ഞങ്ങൾക്ക് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലെ മുമ്പുള്ള നിലപാടല്ല ഇപ്പോഴത്തെ നിലപാട് എന്ന അസന്നിഗ്ധമായി വ്യക്തമാവുന്ന വിധത്തിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത്. ഒന്നാമത്തത്. രണ്ട്, ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറിക്ക് വിശദീകരിക്കാമായിരുന്നു, ഇത് യുവതീ പ്രവേശനവുമായി കൂട്ടിക്കെട്ടേണ്ടതല്ല, അക്കാര്യത്തിൽ ലിംഗനീതിക്ക് അനുസൃതമായ ഭരണഘടനാ മൊറാലിറ്റിക്ക് അനുസൃതമായ നിലപാടാണ് ഞങ്ങളുടേത്, അത് വേറെ വിഷയമാണ്, ഇത് വേറെ വിഷയമാണ് എന്ന് പറയാമായിരുന്നു. അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് വിശ്വാസികൾക്കൊപ്പമാണ് യുവതീ പ്രവേശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടഞ്ഞ അധ്യായമാണ്, കഴിഞ്ഞുപോയ അധ്യായമാണെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, നിങ്ങൾ കഴിഞ്ഞ 1-ാം പിണറായി സർക്കാരിന്റെ കാലത്തെടുത്തിട്ടുള്ള നവോത്ഥാനപരമായ നിലപാട് എവിടെ പോയിന്ന്? അല്ല അഭിലാഷേ, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ശക്തമായൊരു മറുപടി നൽകുകയാണ് ചെയ്തത്. ഗോവിന്ദ മാഷ് എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ നവോത്ഥാനപരമായ കടമകൾ അവസാനിച്ചു, അതൊക്കെ അടഞ്ഞ അധ്യായമാണെന്ന് ഗോവിന്ദ മാഷ് എവിടെയും പറഞ്ഞില്ല. ഗോവിന്ദ മാഷ് പറഞ്ഞത് ഇതുമായി കൂട്ടിക്കുഴക്കണ്ട, യുവതീ പ്രവേശനം കഴിഞ്ഞ കാലത്ത് നമ്മൾ ചർച്ച ചെയ്താണ്, അതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ കോടതിയിൽ നിലനിൽക്കുകയാണ്. അതെന്താ അഭിലാഷിന് മനസ്സിലാകാത്തത്? കോടതിയിൽ നിലനിൽക്കുകയാണ്. ഈ കാര്യത്തിൽ കേരള സർക്കാരിന് കൃത്യമായ നിലപാടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ അതിൽ നിന്ന് മാറുന്ന ഒരു നിലപാട് കേരള സർക്കാർ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം ചർച്ച ചെയ്യാം. ഈ അയ്യപ്പ സംഘവുമായിട്ട് അത് കൂട്ടിക്കെട്ടണ്ട. അതിലൊക്കെ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത്തരം കുത്തിത്തിരിപ്പിനോടുള്ള അതിശക്തമായ ഒരു പ്രതികരണം എന്ന നിലക്കാണ് ഗോവിന്ദ മാഷ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 അഫിഡവിറ്റ് തീർത്തില്ല എന്ന് വ്യക്തമാക്കിയാൽ ഒരു കുഴപ്പമില്ല. അപ്പോ ഇടതുപക്ഷ സർക്കാരിനും ദേവസ്വം അഭിലാഷ് എന്താ മനസ്സിലാക്കാത്തത്? ആ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. ഇപ്പോ എന്തായാലും പുനഃപരിശോധനയിൽ വളരെ എന്താ പറയാ, ആ സത്യവാങ്മൂലം മാറ്റി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. സത്യവാങ്മൂലം മാറ്റി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. മാറ്റി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഒരു ഉദ്ദേശവും ഇല്ലെന്ന് പറഞ്ഞ തീർന്നു. അവിടെ ഒരു ഉദ്ദേശവും ഇല്ല, ഞങ്ങൾ ഇവിടെ വിട്ട് തിരുത്താൻ പോകുന്നില്ല എന്ന് പറഞ്ഞ തീർന്നു. അല്ല, അപ്പൊ നിങ്ങൾക്ക് എന്താണ് അയ്യപ്പ സംഗമം വളരെ വിവാദമാക്കണം, അയ്യപ്പ ഭക്തരുടെ തീർത്ഥാടകരുടെ ക്ഷേമവും സൗകര്യവും വികസിപ്പിക്കുന്നതിനെ കുറിച്ച് നടത്തുന്ന ഒരു സംഗമത്തെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകാനുള്ള മാധ്യമങ്ങളുടെ കൗശലങ്ങൾക്ക് ഞങ്ങൾ വഴങ്ങിത്തരില്ല. അതാണ് ഗോവിന്ദ മാഷുടെ പ്രസ്താവന. ഞങ്ങൾ അതുകൊണ്ട് നിലപാട് ഉപേക്ഷിച്ചെന്നോ ഞങ്ങൾ നവോത്ഥാനപരമായ കടമകളിൽ നിന്ന് പുറകോട്ട് പോയോ എന്നുള്ള ഒരു വ്യാഖ്യാനത്തിനും ഒരു പ്രസക്തിയുമില്ല. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് UDF-ഉം ഇവിടുത്തെ BJP-യും എല്ലാം ചേർന്ന് ഒന്നിച്ച് ആർത്തവലഹള ഉണ്ടാക്കിയ ഘട്ടത്തെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഈ ഭരണഘടനയുടെ തുല്യനീതി, ആ തുല്യനീതിയുടെ അവകാശത്തിന് വേണ്ടി സുപ്രീം കോടതി വിധിക്ക് വേണ്ടി നിലകൊണ്ടതെന്ന കാര്യം അഭിലാഷിനെ പോലുള്ള ആളുകൾക്ക് അറിയാത്തതല്ലോ. അപ്പൊ അനാവശ്യമായി ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ഒരു വിവാദം സൃഷ്ടിക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. ശരി, അതാണ് പോയിന്റ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ഞങ്ങൾ മാറിയിട്ടുണ്ടോ? എനിക്കും അഭിലാഷിനും മാറാൻ പറ്റുമോ? ഈ രാജ്യത്തെ ഭരണഘടനയുടെ തുല്യനീതിയെ അതിന്റെ അടിസ്ഥാനത്തിൽ DY ചന്ദ്രഗുരു നടത്തിയിരിക്കുന്ന ആ വിധി പ്രസ്താവനയിലെ വാക്കുകൾ നമ്മുടെ മുമ്പിലില്ലേ? അതിന് നമുക്ക് മാറാൻ പറ്റുമോ? നമുക്ക് എങ്ങനെയാ മാറാൻ പറ്റുക? DY ചന്ദ്രചൂഡ് എന്താണ് പറഞ്ഞത്? ഭരണഘടനയുടെ തുല്യനീതിക്ക് പുറത്തല്ല
മറ്റെല്ലാ ആചാരവിശ്വാസങ്ങളും. അപ്പൊ ആചാരവിശ്വാസങ്ങളും തുല്യനീതിയും തമ്മിൽ എന്തിനാണ് ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാക്കുന്നത് എന്ന ചോദ്യമാണ് ആ വിധി പ്രസ്താവനയിൽ ചോദിച്ചത്. ആ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകേണ്ടത് കോടതിയാണ്. പരമോന്നത കോടതിയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, വ്യവഹാരങ്ങൾ നടക്കുകയാണ്. ശരി, ആ പുനഃപരിശോധന ഇവിടെ ഒരു അയ്യപ്പ സംഘം ഹർജി ഇനി പരിഗണിക്കപ്പെടുമ്പോൾ ഭരണഘടനാ ബെഞ്ച് അത് ആഴത്തിൽ പരിശോധിക്കുമ്പോൾ നിലവിലെടുത്തിട്ടുള്ള നിലപാടിൽ എന്തെങ്കിലും വെള്ളം ചേർക്കലുകൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് അതിന്റെ മർമ്മം. ഞാൻ അങ്ങയിലേക്ക് വരാം.